ഇന്ന് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ ഒരു പൂതി. ഇന്നപ്പോൾ ബ്രൗണി ട്രൈ ആക്കാം. ഇനി ബീറ്ററും ബട്ടറും ഇല്ലെങ്കിലും അടിപൊളി ബ്രൗണി തയ്യാറാക്കാം. ഇതിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. ഞാൻ ഇവിടെ ലിൻഡിറ്റിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ എടുത്തത്. ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. ഞാനിവിടെ ചൂടുവെള്ളത്തിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഇറക്കി വെച്ചിട്ടാണ് ഗനാഷ് റെഡിയാക്കിയത്. 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബട്ടറിന് പകരം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു മിക്സ്ഡ് ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. അടിച്ച മുട്ടയിലേക്ക് മാറ്റി വെച്ച ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. തണുപ്പ് മാറിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു പിഞ്ച് സാൾട്ടും കൂടി ഇട്ട് കട്ടകളില്ലാതെ ഇളക്കി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൽ സെറ്റാക്കിയാൽ മതി. ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെമ്പിൽ ഇറക്കി വെച്ചിട്ടോ ഞാൻ വേവിക്കുന്നത്. 20 മിനിറ്റിന് ശേഷം മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ. എന്തോന്നറിയാൻ ഈർക്കിലോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കി വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ.